ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രത്തിലെ 9ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? തുല്യതയിലേക്ക്. അപ്പോൾ മക്കൾക്ക് ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ തന്നെ മറ്റ് പാഠങ്ങൾ വേണമെങ്കിലോ അല്ലെങ്കിൽ വേറെ സബ്ജക്റ്റ് വേണമെങ്കിലോ ഒക്കെ ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ചിത്രത്തിൽ എന്താ തന്നിട്ടുള്ളത്? പൊതുവിതരണ കേന്ദ്രമാണല്ലേ, റേഷൻ കടയാണ്. അപ്പോൾ റേഷൻ കടയിലേക്ക് കുറച്ച് ആളുകൾ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, മുത്തച്ഛ, എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ? അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായതുകൊണ്ടാണ് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ എന്നല്ലേ. മക്കളുടെ വീട്ടിൽ ഉള്ളത് ചിലപ്പോൾ റോസ് പിങ്ക് കളറിലുള്ള കാർഡാണെങ്കിൽ മറ്റൊരു നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിൽ വെള്ള കളറിലോ അല്ലെങ്കിൽ നീല കളറിലോ ഒക്കെ ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചോദിക്കുക കേട്ടോ, ഓരോരുത്തരുടെ വീട്ടിലും ഏത് കളറിലുള്ള റേഷൻ കാർഡാണുള്ളത് എന്ന്. അപ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം അനുസരിച്ചാണ് കാർഡിൻ്റെ നിറം ഉണ്ടാവുക. അപ്പം കുട്ടിയുടെ അടുത്ത സംശയം എന്താണ്? ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലേ? ഓരോ കുടുംബത്തിനും വേറെ വേറെ വരുമാനം ആവുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അതിന് നിരവധി കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള വരുമാന വ്യത്യാസങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാകാം? ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, വരവ് ചിലവ് എന്നിവയ്ക്കൊക്കെ അനുസരിച്ചായിരിക്കും അല്ലേ വരുമാനത്തിൽ വ്യത്യാസം വരിക. അടുത്തത്, പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചെത്തിയ നീനുവിൻ്റെയും വിക്കിയുടെയും ചിന്തകൾ ശ്രദ്ധിക്കൂ. നീനു പറയുന്നതാണ് ആദ്യം. എല്ലായിടത്തും പോകാനാകുമോ എന്ന ആശങ്കയോടുകൂടിയാണ് ഞാൻ കൂട്ടുകാർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത്. പീലിയും അമ്മയും അച്ഛനും അവരുടെ ഗ്രാമവും നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം എന്ത് രസമായിരുന്നു. പീലിയുടെ അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങളാണ് അവരുടെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. നാട്ടിലെത്തുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദുണ്ടായിരുന്നു അതിന്. പാട്ടത്തിന് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഇനി മുതൽ സ്വന്തമായി കൃഷി ചെയ്യണമെന്ന് വീട്ടിൽ പറയണം. ഈ സർക്കാർ ക്വാർട്ടേഴ്സിൽ നിന്നും നാട്ടിലേക്ക് താമസം മാറിയാൽ ഗ്രാമത്തിലെ സന്തോഷം കൂടി എനിക്ക് ആസ്വദിക്കാമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അവിടെ നിന്നും ഓഫീസിലേക്ക് പോകാമല്ലോ. ഇനി വിക്കി എന്താ പറയുന്നത് നോക്കാം. നഗരത്തിലെ സൗകര്യങ്ങളൊന്നുമില്ലാതെ എങ്ങനെ ഒരു ദിവസം കഴിച്ചുകൂട്ടുമെന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത്. റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാത്ത പീലിയുടെ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ ഞാനും ആസ്വദിച്ചു. അവിടെ നിന്ന് മടങ്ങുമ്പോൾ നഗരജീവിതം മാത്രം രസകരമാണെന്ന എൻ്റെ ധാരണ പൂർണ്ണമായും മാറി. അവിടുത്തെ ഭക്ഷണത്തിൻ്റെ സ്വാദും ഇവിടുത്തെ പാക്കറ്റ് ഭക്ഷണത്തിൻ്റെ സ്വാദും വ്യത്യസ്തമാണ്. നഗരത്തിലെ അപ്പാർട്ട്മെൻറ്റിൽ ബിസിനസ്സുകാരായ അച്ഛനമ്മമാർക്കൊപ്പം തിരക്കിട്ട ജീവിതമാണ് ഞങ്ങളുടേത്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മുത്തച്ഛൻ കൂടി ഇവിടേക്ക് വന്നപ്പോൾ എനിക്കത് ആശ്വാസമായി. അപ്പോൾ 2 പേരുടെയും വിശദീകരണം മക്കൾ വായിച്ചല്ലോ, അവരുടെ ചിന്തകൾ വായിച്ചല്ലോ. ഇവരുടെ കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകളെ പറ്റി പറയുന്നില്ലേ. 2 കുടുംബത്തിൻ്റെയും വരുമാന സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തൂ. നീനുവിൻ്റെ കുടുംബ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? കൃഷിക്ക് വേണ്ടി സ്ഥലം പാട്ടത്തിനെടുത്തിട്ടുണ്ട്. പിന്നെയോ അച്ഛനും അമ്മയ്ക്കും സർക്കാർ ജോലിയുണ്ട് അല്ലേ. പിന്നെ വിക്കിയുടെ കുടുംബ വരുമാന സ്രോതസ്സുകളോ? അച്ഛനും അമ്മയ്ക്കും ബിസിനസ്സാണ്. പിന്നെ മുത്തച്ഛൻ സർക്കാർ ജോലിയിൽ നിന്ന് പെൻഷനായി വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ സർവീസ് പെൻഷൻ ഉണ്ട് അല്ലേ, സർക്കാർ സർവീസ് പെൻഷൻ ഉണ്ട്. അപ്പോൾ 2 കുടുംബത്തിൻ്റെയും മാസ വരുമാനത്തിൻ്റെ ഏകദേശ കണക്കാണ് ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. വിക്കിയുടെ കുടുംബത്തിൻ്റെ മാസ വരുമാനം ഏകദേശം 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ്. നീനുവിൻ്റെ കുടുംബത്തിൻ്റെ മാസ വരുമാനം ഏകദേശം 1 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലാണ്. അപ്പോൾ 2 കുടുംബത്തിൻ്റെയും വരുമാനം ഒരുപോലെയാണോ? അല്ല അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, വിക്കിയുടെയും നീനുവിൻ്റെയും കുടുംബ വരുമാനങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് വിക്കിയുടെ കുടുംബത്തിനാണെന്ന് കാണാം. 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ് വിക്കിയുടെ കുടുംബത്തിൻ്റെ മാസ വരുമാനം. എന്നാൽ നീനുവിൻ്റെ കുടുംബത്തിൻ്റെ മാസ വരുമാനം 1 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ മാത്രമേ ഉള്ളൂ. ഇനി ഒരു പഞ്ചായത്തിലെ വിവിധ കുടുംബങ്ങളുടെ ഏകദേശ മാസ വരുമാന കണക്കാണ് പട്ടികയിൽ നൽകിയിട്ടുള്ളത്. പട്ടിക നിരീക്ഷിച്ച് ഏറ്റവും ഉയർന്ന വരുമാനമുള്ള കുടുംബവും ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബവും ഏതാണെന്ന് എഴുതുക.
ഇവിടെ കുടുംബത്തിൻ്റെ പേരുകളായിട്ട് ABCD അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ മാസ വരുമാനം ഇപ്പുറം കൊടുത്തിട്ടുണ്ട്. കുടുംബം Aൻ്റെത് 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ്. B എന്ന കുടുംബത്തിൻ്റേത് 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിൽ. Cയുടേത് 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ. Dയുടേത് 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ. Eയുടേത് 50,000-നും 1 ലക്ഷത്തിനും ഇടയിൽ. Fൻ്റേത് 25,000-നും 50,000-നും ഇടയിൽ. Gയുടേത് 10,000-നും 25,000-നും ഇടയിൽ. അപ്പം ഏറ്റവും ഉയർന്ന വരുമാനമുള്ള കുടുംബം ഏതാണ്? A ആണല്ലേ, 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ. പിന്നെ ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബം G ആണ്, 10,000-നും 25,000-നും ഇടയിൽ. അപ്പോൾ കുടുംബ വരുമാന വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം? തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവാം. പിന്നെയോ വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം ഉണ്ടാവാം അല്ലേ. തൊഴിലിൽ നിന്നുള്ളതെന്ന് പറയുമ്പോൾ പലർക്കും പല തൊഴിലാണ്. അപ്പോൾ ഓരോരുത്തർക്കും വരുമാനം വ്യത്യസ്തമായിരിക്കും അല്ലേ. വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണോ നമുക്ക് വരുമാനം ലഭിക്കുന്നത് അതിനനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം വന്നേക്കാം. അടുത്തത് എന്താണ്? തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം നോക്കാം. ആദ്യത്തേത് എന്താണ്? അധ്യാപനമാണ്, ടീച്ചിങ് ആണ്. രണ്ടാമത്തേതോ നിർമ്മാണ പ്രവർത്തനമാണ്. മൂന്നാമത്തേത് നോക്കാം ചുമട്ട് തൊഴിലാണ്. നാലാമത്തേത് കച്ചവടമാണ്. അപ്പോൾ അതിവിടെ നമുക്ക് എഴുതി കൊടുക്കാം. വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരേ വരുമാനമാണോ ലഭിക്കുക? അല്ല അല്ലേ. നമുക്കറിയാം തൊഴിലിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വ്യത്യസ്തമാണ്. വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം നോക്കാം. വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമാണ്. ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസമനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസമുണ്ടാകും. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു. അപ്പം നമുക്ക് വരുമാനത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ 3ആയിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാ? ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങളെന്നും, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങളെന്നും, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളെന്നും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കുടുംബ വരുമാനം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുവെന്ന് ചർച്ച ചെയ്യൂ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത് കുടുംബത്തിൻ്റെ വരുമാനം കണക്കിലെടുത്താണ്. ദൈനംദിനമുള്ള ഭക്ഷണവും വസ്ത്രവും പഠന ചിലവുകളുമെല്ലാം സുഗമമായി നടക്കുന്നതിന് ഒരു കുടുംബത്തിൻ്റെ വരുമാനം ഏറെ സ്വാധീനം ചെലുത്തുന്നു. തൊഴിലിൽ നിന്നും മറ്റ് വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുള്ളതായി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് സാമ്പത്തിക അസമത്വം എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. ഇത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അപ്പോൾ ഈ സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത് എന്താ മക്കളെ? നമ്മുടെ സമൂഹത്തിൽ പണക്കാരുണ്ട്, ഇടത്തരം ആൾക്കാരുണ്ട്, താഴേക്കിടയിലുള്ളവരുണ്ട് അല്ലേ, പച്ച പൈസ ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അവരെയാണ് അവർക്ക് എല്ലാവർക്കും ഒരുപോലെ അല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത്. സാമ്പത്തിക അസമത്വം മാത്രമാണോ സമൂഹത്തിൽ കാണുന്നത്? നമുക്കത് നോക്കാൻ വേണ്ടി കുറച്ച് കുറിപ്പുകൾ വായിക്കാം. മിശ്രഭോജനം. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് 1917 മെയ് 29-ന് എറണാകുളം ജില്ലയിലെ ചെറായിയിൽ സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. ഇതുകാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത്. ഇവിടെ അയ്യ വൈകുണ്ഠസ്വാമികളുടെയും സഹോദരൻ അയ്യപ്പൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്.
അടുത്തത് മേൽമുണ്ട് സമരം. വസ്ത്രധാരണാവകാശത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തിവന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിനു ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാത്യാചാരത്തിൻ്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അടുത്തത് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്നു പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരുട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള അസമത്വങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്? ഒന്നാമത്തേത് ഭക്ഷണത്തിനാണ്, രണ്ടാമത്തേത് വസ്ത്രം, മൂന്നാമത്തേത് വിദ്യാഭ്യാസത്തിനാണ് അല്ലേ. സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു. അപ്പോൾ എന്താണ് സാമൂഹിക അസമത്വം? സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നു. സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ചില സാമൂഹിക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വിവേചനം നേരിടേണ്ടി വന്നത്? സമാനമായ സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. നമുക്ക് എന്തെഴുതാം? പ്രധാനമായും ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലാണ് ആദ്യകാലങ്ങളിൽ ചില വിഭാഗം ജനങ്ങൾക്ക് അസമത്വങ്ങൾ നേരിടേണ്ടി വന്നത്. എല്ലാ അർത്ഥത്തിലും അക്കാലത്ത് അവർക്ക് നീതിയും സമത്വവും നിഷേധിക്കപ്പെട്ടിരുന്നു. അന്ന് ജന്മിത്വം ഉണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ ചില അടയാളങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ നിന്ന് അത്തരത്തിലുള്ള വിഭാഗീയതകൾ കുറവാണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഒത്തിരി അക്രമങ്ങളും അരുംകൊലകളും വരെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് സാമൂഹിക അസമത്വത്തിനിടയാക്കുന്ന കാരണങ്ങളും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഒന്നാമത്തേതിൽ സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങളാണ്, രണ്ടാമത്തേതിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് ഏതാണ്? സാമ്പത്തിക അസമത്വം. സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വരുമാനത്തിലെ വ്യത്യാസം, തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യത കുറവ്, കൂലി അഥവാ ശമ്പളത്തിലെ വ്യത്യാസം. അടുത്ത കാരണം വിദ്യാഭ്യാസ അസമത്വമാണ്. സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ. അടുത്തത് സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വം. സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം. പിന്നെ സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം. അടുത്തത് ഭൂമിശാസ്ത്രപരമായ അസമാനതകളാണ്. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഗ്രാമ-നഗര വ്യത്യാസം, വിഭവങ്ങളുടെ ലഭ്യത കുറവ്. പിന്നെ അസമത്വത്തിനുള്ള കാരണങ്ങളാണ് ചരിത്രപരമായ ഘടകങ്ങൾ. സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ. ഇനി ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. സാമൂഹിക അസമത്വത്തിൻ്റെ കാരണങ്ങളും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കണം. നമ്മളിപ്പം പട്ടിക കണ്ടല്ലോ, അത് ചർച്ച ചെയ്തിട്ടാണ് കുറിപ്പ് എഴുതേണ്ടത്. അപ്പോൾ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒട്ടേറെ പുരോഗമനം നമ്മുടെ നാട് പ്രാപിച്ചിട്ടുണ്ടെങ്കിലും നിരവധി സാമൂഹിക അസമത്വങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക അസമത്വമാണ്. നമ്മുടെ സമൂഹത്തിലുള്ളവർ പല തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. തൊഴിൽ മാറുന്നതിനനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിലും മാറ്റം വരുന്നു. വരുമാനത്തിലെ ഈ വ്യത്യാസം വലിയ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നുണ്ട്.
അതുപോലെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ആളുകൾ തൊഴിലില്ലായ്മ നേരിടുന്നുണ്ട്. തൊഴിലില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വരുമാനം ലഭിക്കാതെ വരുന്നു. ഇതും സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. വിഭവങ്ങളിൽ ലഭ്യത കുറവും ഓരോ ജോലിയിലെയും ശമ്പളത്തിൻ്റെ വ്യത്യാസവും സാമ്പത്തിക അസമത്വത്തിനുള്ള മറ്റ് 2 ഉദാഹരണങ്ങളാണ്. പിന്നെ നമ്മുടെ സമൂഹം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അസമത്വമാണ് വിദ്യാഭ്യാസ അസമത്വം. വിദ്യാഭ്യാസ മേഖലയിൽ അസമത്വം ഉണ്ടാവുക എന്നത് തികച്ചും പരിതാപകരമാണ്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കൊണ്ടാണ് പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിലെ അസമത്വം ഉണ്ടാകുന്നത്. മാത്രമല്ല, വേണ്ട വിദ്യാഭ്യാസ അവസരങ്ങൾ ലഭിക്കാത്തതും ഇതിനൊരു കാരണമാകുന്നു. അടുത്തത് നോക്കാം. നമ്മുടെ സമൂഹം ആദ്യകാലങ്ങളിൽ നേരിട്ടിരുന്ന രൂക്ഷമായ ഒരു അസമത്വമാണ് സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വം. ജാതി, മത, ലിംഗ, വർണ്ണ, ഭിന്നശേഷി അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹം ഒട്ടേറെ അസമത്വങ്ങൾ നേരിട്ടിരുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇത്തരം അസമത്വം കുറവാണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ ഇതിനൊരു കുറവും വന്നിട്ടില്ല. ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ നിലനിൽക്കുന്നുണ്ട്. ഗ്രാമനഗരങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ച് അവിടെ നിൽക്കുന്ന വിഭവങ്ങളിലും മറ്റ് ലഭ്യതകളിലും വ്യത്യാസം വരുന്നു. നഗരങ്ങളിൽ ലഭ്യമായിട്ടുള്ള വികസനവും പുരോഗതിയും ഒന്നും ഗ്രാമവാസികൾക്ക് ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾക്കാണ് ഇക്കാര്യത്തിൽ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുന്നത്. മാത്രമല്ല, പല വിഭവങ്ങളും പല നാടുകളിലുമായി അവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും അനുസരിച്ച് മാത്രമാണ് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് നാടുകളിൽ ഈ വിഭവത്തിൻ്റെ ലഭ്യത കുറവ് വരുന്നു. ഏതാണ് നമ്മുടെ നാട്ടിൽ ചരിത്രപരമായ ഘടകങ്ങൾ നോക്കിയും അസമത്വങ്ങൾ നിലനിൽക്കുന്നു. കോളനിവൽക്കരണവും അടിച്ചമർത്തലും അതിനുദാഹരണങ്ങളാണ്. ഇത്തരം അസമാനതകളെല്ലാം തന്നെ നമ്മുടെ നാടിനും നാടിൻ്റെ സംസ്കാരത്തിനും ഏറെ ഭംഗം വരുത്തുന്നുണ്ട്. അടുത്തത് എന്താണ്? ശാന്തി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് അച്ഛനും അമ്മയും ചേച്ചിയും അനുജനുമുണ്ട്. തീരപ്രദേശത്ത് താമസിക്കുന്ന അവൾ കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ഭീതിയോടെയാണ് കഴിയുന്നത്. കെട്ടുറപ്പുള്ള വീടില്ലാത്തതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇനി ആകാശും കുടുംബമാണെങ്കിലോ മലയോര മേഖലയിലാണ് താമസിക്കുന്നത്. വാഹന സൗകര്യമില്ലാത്തതിനാൽ ആകാശിനും സഹോദരിമാർക്കും സ്കൂളിൽ പോകുന്നത് പ്രയാസമാണ്. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന 2 സാഹചര്യങ്ങളും ശ്രദ്ധിക്കൂ. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കടലാക്രമണം, കെട്ടുറപ്പില്ലാത്ത വീട്, വാഹനമില്ലാത്തത് അല്ലേ? ഇവയെല്ലാം പരിഹരിക്കേണ്ടതല്ലേ? ശാന്തിയുടെയും ആകാശിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം സാമൂഹിക അസമത്വം നേരിടുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട്. സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരിഷ്കരണങ്ങൾ ആവശ്യമാണ്. ഇതിനായി വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സാമൂഹിക നീതിക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. പിന്നെ സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ. അപ്പം നമുക്ക് നോക്കാം. അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അതാണ് ഇനി താഴെ പറയുന്നത് കേട്ടോ. ഏതൊക്കെ പദ്ധതികളാണെന്ന്? ആദ്യത്തേത് ക്ഷേമ പെൻഷനുകളാണ്. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. മുതിർന്ന പൗരൻ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ. അപ്പോൾ ആരൊക്കെയാണ് ക്ഷേമ പെൻഷൻ കിട്ടുകയെന്ന് കണ്ടല്ലോ. സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ ഏതൊക്കെയാണ്? 2 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. കർഷക തൊഴിലാളി പെൻഷനും വാർദ്ധക്യകാല പെൻഷനും. പിന്നെ ഏതൊക്കെയാ? ദേശീയ വിധവാ പെൻഷൻ സ്കീമുണ്ട്, ഡിസേബിലിറ്റി പെൻഷനും ഉണ്ട് അല്ലേ.
ഇനി നമുക്ക് സ്കോളർഷിപ്പുകൾ നോക്കാം. വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഇതൊക്കെയാ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, പട്ടികജാതി പട്ടികവർഗ സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ മൗലാന ആസാദ് സ്കോളർഷിപ്പ്, അതുപോലെ വേറെയും കുറേ സ്കോളർഷിപ്പുകൾ ഉണ്ട് കേട്ടോ. മക്കൾ കണ്ടെത്തി ഒഴിവാക്കി കൂടെ എഴുതണേ. സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ ഇവ കൂടാതെ മറ്റെന്തെല്ലാം പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് വരുന്നുണ്ട്? പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ അല്ലേ? ചിത്രങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവശ്യ സാധനങ്ങൾ വില കുറവിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ എന്നിവ. അത് മൂന്നെണ്ണം എന്താണ്? ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് മറ്റുള്ള പുറത്തിനെയും കാട്ടിലും കുറച്ച് വില കുറവിൽ ലഭ്യമാക്കുന്ന സംവിധാനമാണ്. സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ വില കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നു. ഇനി സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾ കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിൽ പെടുന്നു. ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട്. അവയിൽ ചിലതാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ആദ്യത്തേത് എന്താണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത വിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണിത്. രണ്ടാമത്തേത് ലൈഫ് മിഷനാണ്. കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി. ലൈഫിലെ ആ പദ്ധതിയുടെ ലക്ഷ്യം. കേന്ദ്ര കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. അടുത്തതോ തീരമൈത്രി. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. അടുത്തത് ഏതാണ്? കൈവല്യ. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണിത്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പിന്നെയോ വിദ്യാവാഹിനി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പിന്നെയോ ജനനി ജന്മരക്ഷ. ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. പിന്നെയോ പ്രതിഭാതീരം. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. പിന്നെ ഗോത്രബന്ധു. ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുമായി അഭിമുഖം സംഘടിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് ടീച്ചറുടെ സഹായത്തോടു കൂടെ ചെയ്യാം കേട്ടോ. ഇനി താഴെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കാനാണ്. അപ്പോൾ പദ്ധതികളും ഗുണഭോക്താക്കളും സവിശേഷതകളും അടങ്ങിയിട്ടുള്ള ഒരു പട്ടികയാണ് തന്നിട്ടുള്ളത്. അപ്പം ചില സ്ഥലത്ത് എഴുതിയിട്ടില്ല, അപ്പം നമുക്ക് അവിടെ കൂട്ടിച്ചേർക്കണം കേട്ടോ. അപ്പോൾ പദ്ധതികളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഗ്രാമീണ മേഖലയിലെ 18 വയസ്സിന് മുകളിലുള്ളവരാണ് അല്ലേ. സവിശേഷതകളോ 100 ദിവസത്തിൽ കുറയാതെ കായിക തൊഴിൽ ഉറപ്പാക്കുന്നു. രണ്ടാമത്തെ പദ്ധതി ഏതാണ്? ലൈഫ് മിഷനാണ്. ഗുണഭോക്താക്കൾ ആരാണ്? കേരളത്തിലെ വീടില്ലാത്തവരാണ്, അവർക്ക് വീട് ലഭ്യമാക്കുന്നു. വിദ്യാവാഹിനി എന്താണ്? ആരാണ് ഗുണഭോക്താക്കൾ? ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ്. സ്കൂളിൽ പോകാൻ യാത്രാ സൗകര്യം ഉറപ്പ് നൽകുന്നു.
പിന്നെ തീരമൈത്രി വനിതാ മത്സ്യത്തൊഴിലാളിയാണ് ഗുണഭോക്താക്കൾ. സാമൂഹിക സാമ്പത്തിക ശാക്തീകരണമാണ് സവിശേഷത. കൈവല്യ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളാണ് സവിശേഷത. അവസര തുല്യതയാണ്. അപ്പോൾ മക്കൾ ഈ ഒരു പട്ടിക നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു കുറിപ്പൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. ഓരോന്നിനെ പറ്റിയിട്ടുള്ള കുറിപ്പ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വിപുലീകരിച്ച് എഴുതാൻ പറ്റും. ഇനി സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ 2 പോസ്റ്റർ തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. ആദ്യത്തേത് എന്താണ്? വളരുന്ന കേരളം, വളർത്തിയവർക്ക് ആദരം. പിന്നെയോ അന്നം തരുന്ന കൈകൾക്ക് സല്യൂട്ട്. അപ്പോൾ ഇതുപോലെയുള്ള പോസ്റ്റേഴ്സൊക്കെ മക്കൾക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ ഘടകങ്ങൾ സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നതെങ്ങനെയെന്ന് ചർച്ച ചെയ്തല്ലോ. ഇത്തരം അസമത്വങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുമുണ്ട്. ഭരണഘടന പൗരർക്ക് ഉറപ്പ് നൽകുന്ന തുല്യതയിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കുന്നതിനും സാമൂഹിക പുരോഗതി സാധ്യമാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സ്വതന്ത്രരായി ജീവിക്കാനുമുള്ള അവസരം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണം. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട് സമൂഹത്തിൽ നാം ഇടപെടേണ്ടതുണ്ട്. അപ്പോൾ മക്കളെ, ഈ ഒരു പാഠഭാഗം ഇത്രയാണുള്ളത്. മക്കൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സോ മറ്റ് ക്ലാസ്സുകളോ കിട്ടണമെങ്കിൽ ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, ചാനലൊന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.